ഹലോ ഫ്രണ്ട്സ്, എയർസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന RRB ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ ഇന്ന് മുതൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. 03/2024 പ്രകാരമാണ് ഇപ്പോൾ ഈ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് RRBയുടെ തിരുവനന്തപുരം വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും CN 03/2024 GIS DMS എക്സെട്ര എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കുറേ അധികം പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടാണ്. അതായത് ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ്, കെമിക്കൽ സൂപ്പർവൈസർ റിസർച്ച്, അതുപോലെ മെറ്റലർജിക്കൽ സൂപ്പർവൈസർ, ഇത്രയും പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളത്. നമ്മൾ മെയിനായിട്ട് നോക്കി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 30-ാം തീയതി മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം എന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 30-ാം തീയതി മുതൽ, അതായത് ജൂലൈ 30-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കുക. അതുപോലെ 29/8/2024, അതായത് ഇവന് വരുന്ന ഓഗസ്റ്റ് 29 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ 30/8/2024 മുതൽ 8/9/2024 വരെ സമയം ഉണ്ടാവും. നിങ്ങൾ മാക്സിമം വളരെ കൃത്യതയോടുകൂടി തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കണം. മാക്സിമം എറർ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് നമുക്ക് നോക്കാം. കെമിക്കൽ സൂപ്പർവൈസർ ഓർ റിസർച്ച് ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ അങ്ങനെ പറയുന്ന ഒരു വിങ്ങിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലെവൽ 7 ആണ് അവിടെ പേ സ്കെയിൽ വരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം 18 മുതൽ 33 വയസ്സ് വരെ ആയിരുന്നു പ്രായപരിധി. പക്ഷേ കോവിഡ് പാൻഡമിക് കാരണം ഒരു 3 വർഷത്തെ വയസ്സുള്ളതും കൂടെ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ജൂനിയർ എഞ്ചിനീയർ റിപ്പോർട്ട് സൂപ്രണ്ടന്റ് ആൻഡ് കെമിക്കൽ CMS നമുക്കറിയാം. ഇതിനെല്ലാം കൂടെയാണ് ഒരുമിച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അത് ലെവൽ 6 പേ സ്കെയിലാണ്. 35,400 വരെയാണ് നിങ്ങൾക്ക് ഇനീഷ്യൽ പേ ലഭിക്കുന്നത്. ഇതും 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 7,934 വേക്കൻസികളാണ്. അതായത് ഈ പറഞ്ഞ പോസ്റ്റുകൾക്ക് എല്ലാം കൂടി ഒരുമിച്ചുള്ള വേക്കൻസിയാണ്. നമ്മൾ ജൂനിയർ എഞ്ചിനീയർ 7,500-ലധികം വേക്കൻസികളാണ് പ്രതീക്ഷിക്കുന്നത്. വേക്കൻസികളുടെ എല്ലാ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏജ് ലിമിറ്റ് സെപ്പറേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രിസ്ക്രൈബ്ഡ് ഏജ് ഇൻ നോർമൽ കോഴ്സ് 18 മുതൽ 33 വയസ്സ് വരെയായിരുന്നു. എന്നാൽ ഈ നോട്ടിഫിക്കേഷനിൽ 18 മുതൽ 36 വയസ്സ് വരെ എന്ന് കൃത്യം പറയുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം റിസർവേഷൻ ലഭിക്കുന്ന OBC SC/ST കാൻഡിഡേറ്റ്സിന് അതത് ഏജ് റിലാക്സേഷൻ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. അതായത് SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ വയസ്സുള്ളവും അതുപോലെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ വയസ്സുള്ളവും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 39 വയസ്സാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീ നോക്കാം. ജനറൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. നമുക്കറിയാം എക്സാം എന്ന് പറഞ്ഞാൽ CBT1 CBT2 അങ്ങനെ 2 സ്റ്റേജിലായിട്ടാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ CBT1 അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് റീഫണ്ട് ആവുന്നതാണ്. അതായത് ആപ്ലിക്കേഷൻ ഫീ ആക്ച്വലി 100 രൂപയാണ് വരുന്നത്. ബാക്കി 400 രൂപയും നിങ്ങൾ CBT1 അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അതുപോലെ SC/ST അതുപോലെ എക്സ് സർവീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ് നോക്കാം. നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നോട്ടിഫിക്കേഷനുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതായത് CBT1, അതുപോലെ CBT2 ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇങ്ങനെ 4 സെക്ഷനിലായിട്ടാണ് നിങ്ങൾക്ക് RRB ജൂനിയർ എഞ്ചിനീയറിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് വരുന്നത്. നമുക്കറിയാം CBT1 എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് ആണ് നിങ്ങൾക്ക് CBT1 വരുന്നത്. അവിടെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ സിലബസ് എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു ക്വാളിഫൈ നേച്ചർ അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് നേച്ചർ മാത്രമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റിനെ സ്വാധീനിക്കില്ല. ഇവിടെ നിങ്ങൾ ഒരു നിശ്ചിത കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് CBT2 എന്ന് പറയുന്ന നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. CBT2 എന്ന് പറയുന്നത് നമുക്കറിയാം 150 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. അതിൽ 100 മാർക്ക് ടെക്നിക്കൽ എബിലിറ്റീസ്, നിങ്ങൾ ഏത് ട്രേഡാണോ സെലക്ട് ചെയ്ത് ആ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 120 മിനിറ്റ് ആണ് ഈ പറഞ്ഞ CBT2-നുള്ളത്. അതുപോലെ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം 150 മാർക്കിനായിരിക്കും ഇവിടെ എക്സാം ഉണ്ടാവുക.
ഇനി ആർക്കൊക്കെയാണ് RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം നമുക്ക് നോക്കാം. 3 വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് നിങ്ങൾക്ക് RRB ജൂനിയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 എക്സാം ഗ്രൂപ്പ് ആയിട്ടാണ് RRB ക്വാളിഫിക്കേഷൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെ 4 എക്സാം ഗ്രൂപ്പായിട്ട് RRB തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചർ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാം ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കും വരിക. നിങ്ങൾക്ക് തീർച്ചയായും RRB ജൂനിയർ എഞ്ചിനീയർ പറഞ്ഞ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പിനേഷനിലാണ് നിങ്ങൾ ഡിപ്ലോമ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാം ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഡിപ്ലോമ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എക്സാം ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കും വരിക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഈ പറഞ്ഞ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ എക്സാം ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സിവിൽ ആസ്പിറൻസിനും നിങ്ങൾക്ക് 3 വർഷം ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എക്സാം എഴുതി നിങ്ങളുടെ റിസൾട്ട് എല്ലാം വന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം, അല്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 29 വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 30-ാം തീയതി മുതൽ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആവും. ഇനിയിപ്പോൾ RRB ജൂനിയർ എഞ്ചിനീയർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വേക്കൻസികൾ ഓരോരോ സോൺ വൈസ് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റ്സുകൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. RRB ജൂനിയർ എഞ്ചിനീയറിന് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ബാച്ച് CBT 1-നും CBT 2-നും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഫോക്കസ് ബാച്ച് ഏണസ്റ്റ് അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാം വരെ നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ട് പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് തയ്യാറായിട്ടുള്ള ധാരാളം മോഡൽ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.